എൻ്റെ നമ്മളെ യു പിയിലുള്ള പണിക്കാരൻ കുട്ടി ഇവൻ ഉണ്ടാക്കിയാണോക്കാണ് തൈര് അതിലേക്കുള്ള ഒരു സാധനങ്ങൾ ചപ്പാത്തി കണ്ടില്ല നിങ്ങൾ സുബ്ഹാനല്ലാഹ്. എന്താ നിങ്ങളോട് പറയാൻ വാക്കില്ല. വെണ്ടക്ക ഉണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞിടുക. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ആദ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ വെണ്ടക്കൊക്കെ വലിയ കഷ്ണമാക്കി ഇട്ടിങ്ങനെ ഇതാണ് സംഭവം. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി. സുബ്ഹാനല്ലാഹ്. ഒരു പിടുത്തം പിടിക്കാണ്ട് എന്താ ചെയ്യുക, ആരോടൊക്കെ പറയാം. ഇത്രയും വല്ല വെണ്ടക്ക ഒന്നും ജീവിതത്തിൽ കണ്ണടച്ച് കഴിക്കാൻ വേറൊരു മാർഗവും ഇല്ല. പെണ്ണുങ്ങളാച്ച നാട്ടിലും ഇൻഷാല്ലാഹ്. ബോംബെ കാണാൻ ആഗ്രഹമുള്ളവർ ഇതാ ഞാൻ ഈ വീഡിയോ എടുത്ത് വിടുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ കേട്ടോ 5-ാം തീയതിയിലത്തെ 5/5/2025 ഞാൻ ഉച്ചക്ക് രാവിലെ തെങ്ങുംതോട്ടത്തിൽ പോയി ഭയങ്കര കടുപ്പപ്പെട്ട പണിയായിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അതിൻ്റെ പേരെന്താ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾ കാണാം. നല്ല രസമുള്ള വീഡിയോ വെച്ചാൽ നല്ല സ്ഥലമാണ്. ആ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ബോംബെ പറഞ്ഞ സ്ഥലമാണ്. ഇതിൻ്റെ പള്ളി ഞാൻ നിസ്കരിക്കാൻ പോണ പള്ളി അത്. ഇവിടെ നമ്മളെ കേരളത്തിലെ മലയാളി നമ്മൾ ഇമാമാണ് കേട്ടോ. കേരളത്തിലെ പള്ളിക്കലെ ഖത്തീബ് കേരളത്തിലെ മലയാളിയാണ്. ഉസ്താദിൻ്റെ കൂടെ ഒരു ഫോട്ടോക്കെ ഉണ്ട്. ഞാൻ നിൽക്കലൊക്കെ ഉണ്ട്. ഉസ്താദിൻ്റെ കൂടെ വന്നിട്ടുള്ള ഫോട്ടോക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ഉസ്താദിൻ്റെ പേര് ഞാൻ മറന്നു. ലത്തീഫ് ഉസ്താദാണെന്നാണ് തോന്നുന്നത്. ലത്തീഫ് ഉസ്താദാണെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഒന്ന് ഇവിടെ അലിക്കാൻ്റെ അടുത്ത് തന്നെ പോവുകയാണ്. അവിടെ പോയിട്ട് പള്ളിക്ക പോയി നിസ്കരിക്കാച്ചിട്ടാണ്. അല്ലേ, സ്ഥലങ്ങളൊക്കെ കാണാൻ മറക്കല്ലേ. ഓക്കെ, റോഡ് മുറിഞ്ഞെടുക്കണം. ഇവിടെ റോഡ് മുറിഞ്ഞെടുക്കാൻ ഭയങ്കര ട്രാഫിക്കാണ്. എന്താണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ നേരമില്ല കാണിക്കാണ്. കാരണം വെച്ചാൽ എല്ലായിടത്തും പോകാണ്ട്. എൻ്റെ കുട്ടികളൊക്കെ വരുന്നുണ്ട് കുറച്ച് മാസം കഴിഞ്ഞാൽ. അവരെ കൂട്ടിയിട്ട് ഞാൻ നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഖാലിദ് അലിക്കയും കമറുബായി ഇവരൊക്കെ ഉണ്ടല്ലോ, ഏട്ടനഞ്ചന്മാരൊക്കെ അവരുടെ അടുക്ക് പോണ വഴിയാണിത്. ഫേമസ് കുഞ്ഞിപ്പാക്കാൻ്റെ കട എന്നാൽ വീഡിയോ എടുത്ത് വിട്ടായിരുന്നു. നല്ല സ്ഥലം കണ്ടില്ല നിങ്ങൾ. പോട്ടെ, റോഡ് മുറിഞ്ഞെടുക്കട്ടെ. എന്നാറ മക്കളെ നിൽക്കുക ഇവിടെ. ഓക്കെ, ഇതാണ് വടാപ്പാവും. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വടാപ്പാവും ബജിപ്പാവും. അടിയില്ലേ, സൂപ്പറാ. വടാപ്പാവും ബജിപ്പാവും നല്ല രസമുള്ള സംഭവമായിട്ടാണ്. എൻ്റെ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വടാപ്പാവ് ആണെന്നറിയും. ഇത് നമ്മളെ അലിക്കാൻ്റെ അടുക്ക് പോണ വഴിയാണ്. മാങ്ങ, അടിപൊളി മാങ്ങ. പലതും ഇവിടെ ബോംബെയിൽ പലതും തിന്നാൻ കിട്ടും. ഇത് ഡോങ്കിരി എന്ന സ്ഥലം കേട്ടോ. കടഗല്ലി എന്ന് പറയും. സംസുക്കാടെ കടകൾ കണ്ടിട്ടില്ല, ഹോൾസെയിൽ കട. അതൊക്കെ എൻ്റെ ബോംബെ മാനിൽ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിക്കും. അതുപോലെ തോബ റെസ്റ്റോറൻറ്റ്. പോട്ടെ, ആദ്യം അസർ നിസ്കരിക്കുക, എന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഖാലിദ് അലിക്കാനും. ഞാൻ ഇന്നിപ്പോൾ നേരത്തെ വരെയുള്ള കാരണം തരാം. ഞാൻ അങ്ങനെ സമയം കിട്ടുമ്പോൾ ഇന്ന് കടയിൽ ഇളന്നിനൊന്നുമില്ല. കാരണം ഇന്നലെ എന്തെങ്ങളോട് പറയാം, ഞായറാഴ്ച 4,000 ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അത് ഉണ്ടാക്കാൻ പോയപ്പോൾ കടയിൽ ഇളനീ വിൽക്കാനില്ല. മറ്റേ എവിടെയെങ്കിലും പോയിട്ട് ഇളനീ പറിച്ചുകൊണ്ട് കടയിൽ കൊണ്ട് കച്ചവടം ചെയ്യില്ല. അപ്പോൾ അതുമില്ല. ഇപ്പുറത്ത് കൂടെ 2 രൂപ ഇട്ടുമ്പോഴത്തേനും അപ്പുറത്ത് കൂടെ 4 രൂപ പോയി. എവിടെ ഇപ്പോൾ ലാഭം? ഇവിടെ ഇല്ലാത്ത സാധനങ്ങളല്ല, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ബോംബെ വന്ന് കണ്ടോളി പൊന്നാര മക്കളെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളും ഒക്കെ എൻ്റെ അടുത്തുണ്ടാവും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വില കുറച്ച് ശരിയാക്കി തരണ്ട കേട്ടോ. നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ പലയിടത്തും അന്വേഷിച്ച് വെക്കുക. എന്നിട്ട് ഇന്ത്യ കേരളത്തിൽ വന്നിട്ട് ഞാൻ ഒരു 10-200 ഉറുപ്പ്യെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ടാക്കി കുറഞ്ഞു കിട്ടും. അല്ലാതെ നിങ്ങൾ 100 ഉറുപ്പ്യ കിട്ടാൻ ആരും കാണാതെ അവർക്ക് വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഒരു കമ്മീഷൻ വെച്ചോ. ആ പരിപാടി ഞാൻ ചെയ്യില്ല കേട്ടോ. അതിൻ്റെ റബ്ബാണ് സത്യം. അള്ളാഹിൻ്റെ റസൂലിന് സാക്ഷി നിർത്തിയാൽ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും
നിങ്ങളെ ഉറുപ്പ് 2 ഉറുപ്പ് ഒന്നും വേണ്ട, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു തരും. അവിടെയാണ് ആ കാണുന്ന ബിൽഡിങ് അതാ, അത് നമ്മൾ അലിക്കാട് ആ കട കണ്ടില്ലേ, ആ കാണുന്ന അലിക്കാട് അളനിക്കാട് തന്നെ. ഞാനിപ്പോൾ ഇവിടെ പള്ളിക്കലേക്ക് നിസ്കരിക്കാൻ പോകുക. കണ്ടമാനം വീഡിയോ ആകുമ്പോൾ ആൾക്കാർ കാണൂല. ഇത് ഇവിടെ അബ്ദുറഹ്മാൻ ബാബയുടെ ദർഗ ഉണ്ടിട്ടാ. ദർഗ ആ ദർഗ എന്ന് വെച്ചാൽ നല്ല പോലീസാക്കപ്പെട്ട ദർഗയാണ്. അതിൻ്റെ ചരിത്രം ഞാൻ ഇനി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ കഥകൾ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ആ മനുഷ്യനെ പറ്റിയുള്ള ചരിത്രം ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ആ മനുഷ്യനെ ഇവിടുന്ന് പോലീസുകാർ പിടിച്ചു. കാരണം റോട്ടുമ്മ ഒരു സൈഡിൽ ഒരു ജാതി കോലത്തിലാണ് ആ മനുഷ്യൻ കിടക്കുക. ഇപ്പോഴങ്ങനെ കൊല്ലം ഒരുപാടായി. ആ കഥ പറയാച്ച ഒരുപാട് പറയാണ്ട്. ഇത് ആ മനുഷ്യനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടും. അബ്ദുറഹ്മാൻ ബാബാനെ ഇൻഷാല്ലാ അവിടെയാണ് അത് ഇറങ്ങണത്. ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ വിട്ടുവിട്ടാറുണ്ട്. ഞാൻ ഇപ്പോൾ പള്ളികൾക്ക് കിടക്കുകയാണ്. എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. പണ്ട് സ്ഥിരമായിട്ട് എന്നും ചാവടിക്ക് അങ്ങോട്ട് ദർഗ ഹോട്ടലിലേക്കാണ് വരവ്. ദർഗ ഹോട്ടലിലെ മുതലാളിയാണ് വണ്ടികൾ ഇവിടെ ഈ സൈഡിൻ്റെ അടുത്തൊക്കെ ചാവടിക്കാൻ വരവ്. ഇപ്പോൾ വരാൻ പറ്റണില്ല. കാരണം നമ്മൾ ആദ്യത്തെ പണിക്കാരൻ ചേർക്കണ്ടല്ലോ, രാജു എന്ന് പറഞ്ഞാൽ ആ കുട്ടി നാട്ടിൽ പോയല്ലോ. അപ്പോൾ ഓൻ്റെ അനിയനല്ല ഇപ്പോൾ കടയിലിരിക്കണം. അപ്പോൾ ആ കുട്ടിനെ ഒന്ന് ഉച്ചക്കൊന്ന് ഉറങ്ങാൻ വിടും. ചായയുടെ കടി ഇതാ, അവിടെ കടി ഏത് കടി വേണമെങ്കിലും ദർഗ ഹോട്ടലിൽ വന്നു കഴിഞ്ഞിട്ടില്ല. നല്ല സാധനം, അടിപൊളി കടിയാണ്. ഇവിടെ വന്നിട്ട് ഒരു ചായ അടിച്ച് പോകുമ്പോൾ ഭയങ്കര റാത്താണ്. എന്താ അടിപൊളി. നാട്ടിൽ പോയ കാരണം ഇങ്ങോട്ട് വരവില്ല. കടയിൽ ഇളന്നില്ലാത്ത കാരണം ഇവിടെ വന്ന് ചായ അടിക്കുക. അല്ലെങ്കിൽ കാരണം ഓനാ ചെറുക്കനെ 2 മണിക്കൂർ ഉറങ്ങാൻ വിടണം. പാവല്ലേ ഓന് നമ്മളെ പോലെ രാവിലെ 6 മണിക്കിരുന്ന് കച്ചവടം ചെയ്യണം. രാത്രി 10 മണി 11 മണി വരെ 9 മണിക്ക് കട വിട്ടു. എന്നാലും 11 മണിയാവും കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ നമ്മളെ പോലത്തെ ഒരാളാണ്. പണിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഓനെ വേറെ തരത്തിൽ കാണാൻ പാടില്ല. ശമ്പളം കൊടുക്കണ്ട്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ തെങ്ങേറി വന്നാൽ മേലും കൈയും വന്ന് ക്ഷീണിച്ചിട്ട് വരുമ്പോൾ ഞാൻ ആവശ്യമുള്ള ഉറക്കം ഉറങ്ങും. 10 മണിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങും. 12 മണി ഉച്ചക്ക് 12 മണിയാകുമ്പോൾ 1 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് 4 മണിയാകുമ്പോൾ നീക്കും. 3:30 നീക്കും. എന്നിട്ട് പിന്നെ ലോറിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ വേഗം പോയിട്ട് വനം ഉറങ്ങാൻ പറ്റും. ചെക്കനെ 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റും. എന്നിട്ട് പിന്നെ ഇപ്പം സമയം കിട്ടില്ല. മറ്റോ പോയ കാരണം അവൻ്റെ ഏട്ടൻ പോയ കാരണം മറ്റേ പിന്നെ ഏട്ടനും അനിയനാണ് പരസ്പരം ഉറങ്ങാൻ വിടുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആഴ്ചയിൽ ഇന്ന് വന്നിട്ട് ചാടിച്ച് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കാലിക്കാൻ ഇവരൊക്കെ ഒന്ന് കാണാൻ പോകണം. ഇൻഷാല്ലാ ഞാൻ കൂടുതൽ പറഞ്ഞ് മുന്നേറ്റി പോകുന്നത് അന്നത്തെ വീഡിയോ ആണ്. 5/5/2025. ഓക്കെ കേട്ടോ. അബ്ദുൽ ബാബ റഹ്മാൻ ബാബയുടെ ദർഗ ഇത് കണ്ടില്ല നിങ്ങൾ. ഇവിടെ ഭയങ്കര നീർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ള നടക്കുന്ന സ്ഥലമാണ്. നല്ല പോലീസാക്കപ്പെട്ട സംഭവമാണിത്. ഈ തങ്ങൾ ബാബൻ്റെ ചരിത്രം ഞാൻ പിന്നെ പറഞ്ഞു തന്നിട്ട് എൻ്റെ ബോംബെ മാനുമായിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയിട്ടാണ്. അതിൻ്റെ യഥാർത്ഥ സത്യം കേട്ടോ. ഞാൻ എന്തെങ്കിലും കൂട്ടി പറയാമെന്ന് ഞാൻ ചെയ്യില്ല. ഞാൻ എൻ്റെ ഇവിടെ നടന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പോലീസുകാർ വന്നിട്ട് സിയാർത്ത് ചെയ്യാൻ വേണ്ടി വരും. ആ സംഭവങ്ങളൊക്കെ കഥ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ദർഗ ഹോട്ടൽ. നല്ല ഫേമസ് ആയ ഹോട്ടലാട്ടോ. ഇവിടെ ഒരു വട്ടം ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാര്യമാണ് ഉള്ളത്. നല്ല വൃത്തിയും വെടുപ്പിലാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. ഞാൻ ഇവിടെ വരവുണ്ട്. പിന്നെ ഇത് ഹോട്ടൽ ബാഗ്ദാദ് പറഞ്ഞ ഒരു ലോഡ്ജ് അത്. പിന്നെ ഇതാ ഹോട്ടൽ തോബ പാലക്കാട്. ഇതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു. 11 ലക്ഷം ഉറുപ്യ ഈ ലോഡ്ജിക്ക് വേണ്ടിയിട്ട് ഇവിടെ മുഹമ്മദ് പറഞ്ഞിട്ട് ഹോട്ടൽ ദർഗ ബാഗ്ദാദ് ഹോട്ടൽ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ്റെയായിരുന്നു. ആ കഥ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കഥകളൊക്കെ മൊത്തം 11 ലക്ഷം ഉറുപ്യ അങ്ങനെ പോയി. ഇതിൽ അലിക്ക ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അലിക്ക നിസ്കരിക്കാൻ പോയിക്കണേ. ഞാൻ ചാടിച്ച് വരുന്നത് അലിക്ക ഇങ്ങനെ വരണേ ഞാൻ കണ്ടു. അപ്പോൾ എന്നെ കണ്ടിട്ടില്ല. സാധാരണ മുറ കടയിലേക്ക് പോവാണ്. 11 ലക്ഷം ഉറുപ്യ എൻ്റെ പൊന്നാറ മക്കളെ. പിന്നെ എൻ്റെ അതിൽ പോയി ആ കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ച് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഞാൻ 24 ന്യൂസിലും ഏഷ്യാനെറ്റിലൊക്കെ വന്ന ഒരാളല്ല. എന്നെപ്പറ്റി നിങ്ങൾ അറിയുന്നതല്ലേ. പക്ഷേ ആ മനുഷ്യൻ സാഹചര്യത്തിൽ പെട്ടുപോയതാണ്. അല്ലാതെ മുപ്പത് ചതിച്ചില്ല. മുപ്പത് തരാമെന്ന് പറഞ്ഞിട്ട് തരുന്നുള്ള 100% ഉറപ്പുണ്ട്. അയാൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതാണ്. പക്ഷെ ഞാൻ വേറെ ഒന്ന് വാങ്ങിക്കൊടുത്ത പൈസ ഉണ്ട്. മുപ്പത് എൻ്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും ആ ലോഡ്ജ് വേറൊരു ലോഡ്ജ് എടുക്കാനാണ്. ഇതിനൊന്ന് സഹായിക്കും മാനിയോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മേടിക്കലുണ്ട്. 25,000 30,000 ഒക്കെ അവിടുന്ന് കൊടുത്തിട്ട് ഞാൻ പലർന്ന് വാങ്ങി കൊടുക്കലൊക്കെ ഉണ്ട്. അതേപോലെ തരുന്നുണ്ട്.
11 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് അതിലായിട്ട് പെട്ടുപോയി. ഇനി ഞാൻ ആ കടം വീട്ടണം. ചോര നീരായിട്ട് അധ്വാനിച്ച് തെങ്ങുമ്പോൾ ഒരു കൊത്തിപ്പൊടി അങ്ങനെ 11 ലക്ഷം പോയി. ഒരുത്ത 2 ലക്ഷമായിട്ട് പോയി. മറവഞ്ചേരിയുള്ള റിനീഷ് തട്ടാൻ ചെറുക്കനെ. അപ്പോൾ എനിക്ക് വീട് പണിക്ക് വേണ്ടി സഹായിച്ചു കൊടുത്ത വേറെ അടുത്ത് വാങ്ങിയിട്ട് അവരൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വിട്ടുതരുന്നുണ്ട്. പക്ഷേ തരാമെന്ന് വേണ്ടിയിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിലേ അവരൊക്കെ ഞാൻ ഈ ലോകത്ത് ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ അവർ നല്ല മനുഷ്യന്മാരായി മാറാൻ പാടില്ല. കാരണം 5 നിസ്കരിക്കുക, അള്ളാൻ്റെ റസൂലിൻ്റെ പേരായിട്ടിങ്ങനെ മുഹമ്മദ് എന്ന്. ഓൻ്റെ 11 ലക്ഷം മേടിച്ചവനും മുഹമ്മദ് എന്നാണ്. എൻ്റെ പേരും മുഹമ്മദ് എന്നാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യുന്നവനെ വീഡിയോ എടുത്തിട്ട് വിടൂല. കാരണം നല്ല വഴിക്കൂടെ പോകണം ഏതൊരു മനുഷ്യനും. ഇൻഷാല്ലാ കൂടി ഞാൻ അലിക്കാൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അലിക്ക, ഖാലിദ്ക്ക, കമർ ബോയ്. ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഖാലിദ്ക്ക പിരിവിന് പോയിക്കുന്നതാണ്. അലിക്ക പിന്നെ പള്ളിക്ക പോണ ഞാൻ കണ്ട്. ഇൻഷാല്ലാ ഞാൻ ഇനി പോവുകയാണ്. ഇവിടെ വന്നത് ഒരു 5 മിനിറ്റ് വർത്താനൊക്കെ പറയാമെന്ന് വിചാരിച്ചതാണ്. ഇത് ഡോഗിരി പറഞ്ഞാൽ ഇതാണ് നമ്മളെ അലിക്കാടെ ഇളനീക്കാട് കേട്ടോ. ഓക്കെ, ഇതാണ് ഈ റോഡ്. ഇവിടെ വന്നു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അലിക്കാൻ്റെ ഈ റോഡിൽ കൂടെ പോയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടങ്ങ് മനസ്സിലാക്കുക അതിങ്ങനെ മാനു പറഞ്ഞ വ്യക്തി വിട്ട സ്ഥലമാണെന്ന്. ഇവിടെ വന്ന് നമ്മൾ അലിക്കും ഖാലിദ്ക്കും ഇവരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരായിട്ടാണ്. അവരൊക്കെ അങ്ങനെയാണ്. ഈ വെളഞ്ഞീൻ കച്ചവടക്കാർ അങ്ങനെ ഒരു കാര്യമുണ്ട്. പരസ്പരം കണ്ടുമുട്ടുന്നവരൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തോടൊക്കെയാണ് ജീവിതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ 5/5/2025 കണ്ടില്ല. നിങ്ങൾക്ക് പണിക്കാരൻ കുട്ടി ചെയ്യുന്ന പണിയാണ്. എൻ്റെ പണിക്കാരൻ ചെറുക്കനാണ്. അപ്പോൾ എന്നോട് എന്താ പറഞ്ഞാലോ, വണ്ടി കാലിയായിക്കോളി, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്തൊക്കെയാണ് നിങ്ങളെ തലൻ്റെ ഉള്ളിലെ ബുദ്ധി. വെച്ചാൽ ആ ബുദ്ധി എന്ന് പറഞ്ഞു തന്നാൽ ഞാനിങ്ങനെ സ്വയം കണ്ടെത്തി ചെയ്തിട്ടുണ്ട്. ഓൻ തന്നെ ഡ്രിൽ മെഷീൻ കൊണ്ട് അടിയിലൊക്കെ ക്ലാമ്പ് കൊടുത്ത് പിടിപ്പിക്കണമൊക്കെയാണ് ഓനാ ചെയ്യണ. അടിയിലാണ് ഇതിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ പലവും ചെയ്യണമെങ്കിൽ ഒരു 1000-1500 ഉറുപ്പിക കൊടുക്കണം. നമ്മളൊക്കെ ഒന്ന് ശ്രമിച്ചാൽ മതി. വെറുതെ ഇരിക്കുമ്പോൾ പണിയൊന്നും ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഓരോരുത്തരുടെ വീട്ടിലൊന്നും ചെയ്തുമൊക്കെ എല്ലാ സാധനങ്ങളും മേടിക്കുക. ഈ വിഷയം മേടിക്കുക. അതുപോലെ അതൊക്കെ ഒന്ന് മേടിച്ചവിടെ കൊടുന്ന് വെച്ചാൽ മതി. എന്തെങ്കിലും ഇപ്പോൾ അതുപോലെ എൻ്റെ വീട്ടിൽ ഞാൻ വെൽഡിങ് മെഷീൻ ഉണ്ട്. അതൊക്കെ എൻ്റെ വാടക കൊടുക്കുന്ന കുറച്ച് വാടക കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ പണ്ട് ഞാൻ ഇതൊക്കെ സാധനങ്ങൾ പണ്ട് കൊടുന്ന് വെച്ചിരുന്നു. ഇപ്പോൾ ഞാൻ കടയിൽ എല്ലാ ടൂൾസ് ഐറ്റങ്ങളൊക്കെ വാടക കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ബോംബെ ടൂൾസ് എന്നാണ്. നിങ്ങൾ എൻ്റെ മറ്റേ വേറൊരു യൂട്യൂബിലുണ്ട്. എൻ്റെ അനിയൻ്റെ അക്ബറിൻ്റെ അക്കോ DVD എന്ന് അങ്ങനെ എന്താണ് ഓൻ്റെ യൂട്യൂബിൻ്റെ പേര്. അതിൽ നിങ്ങൾക്ക് കാണാം ബോംബെ ടൂൾസ്. ഓനെ എടുക്കുന്ന പണി, പുല്ല് വെട്ടണ മെഷീന്, പറമ്പ് പൂട്ടണ മെഷീന്, പറമ്പ് തെങ്ങിൻ്റെ കട വട്ട മെഷീനത് ഒക്കെ ആ സ്റ്റേറ്റിലേക്ക് ഓനാണ് എൻ്റെ മെഷീൻ വാടക കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് വാടക തരും. ഓൻ്റെ ശമ്പളക്കായി ഓൻ്റെ കൂലിയും പിന്നെ ഓൻ്റെ പണിക്കാരുണ്ട് 2-3 പണിക്കാർ. സാധനങ്ങളൊക്കെ എൻ്റെ പേരിൽ നിന്ന് വാടക കൊണ്ടുപോകും. എല്ലാ സാധനവും ഉണ്ട് അവിടെ. ഞാൻ അതിൻ്റെ വീഡിയോ വിട്ടുതരാം. എൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അനിയൻ അക്ബർ എൻ്റെ അടുത്ത് എൻ്റെ അനിയൻ ഒരുപാട് കൊല്ലം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഓനെ ഉമ്മാക്കും ഇപ്പം പ്രായമായപ്പോൾ ഓനക്ക് നാട്ടിൽ അവിടെ കട വന്ന് ഓൻ തന്നെ പറഞ്ഞായിരുന്നു ഒരു കട നമുക്ക് ചെയ്ത് തുടങ്ങുക. എന്നാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിൽ നല്ലപോലെ നിൽക്കുക. അപ്പോൾ ഓന് ഇതുവരെയും കുഴപ്പമില്ല. ഞങ്ങൾ ഏട്ടന്മാർ 5 നല്ലപോലെ ജീവിച്ച് പോയിട്ടുണ്ട്. കുറച്ച് നിലനിർത്തിയിട്ട് ഏറ്റവും മനുഷ്യന്മാരുടെ അവസാനം ഈ സ്വത്ത് മുതലിൻ്റെ പിന്നാലെയാണ് ഈ ബന്ധങ്ങളൊക്കെ അവസാനിക്കുക. ഇൻഷാ അല്ലാഹ് പിന്നെ വിടാം.